ഈ ജൈവ കുമിൾനാശിനികൾ എന്ന് പറയുന്നത് കൃത്യസമയത്ത് കർഷകർക്ക് ലഭിച്ചില്ലെങ്കിൽ, കൃത്യ അളവിലും ലഭിച്ചില്ലെങ്കിൽ അത് വേണ്ടത്ര പ്രയോജനം ചെയ്യുകയില്ല. അതായത് കാലവർഷങ്ങളുടെ ആരംഭത്തിലും പോക്കിലും ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് ഈ ജൈവ കുമിൾനാശിനികൾ സാധാരണയായി കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. ഈ കടകളിൽ നിന്ന് വാങ്ങുന്ന കുമിൾനാശിനികൾക്ക് അതിന്റെ ഷെൽഫ് ലൈഫ്, അത് അതിന്റെ സൂക്ഷിപ്പ് കാലം അതിജീവിക്കാനുള്ള ഒരു സന്ദർഭം കിട്ടുകയില്ല. അപ്പോൾ കർഷകർ വാങ്ങിക്കൊണ്ടുവരുന്ന ഈ കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന കുമിൾനാശിനികൾക്ക് വേണ്ടത്ര അതിന്റെ ശക്തിയോ, അതായത് കുമിളിനെ നശിപ്പിക്കുവാനുള്ള ശക്തി ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു പ്രധാന ഘടകം ഇവിടെയുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു പ്രയോജനമായിട്ടാണ് ഇത്തരത്തിലുള്ള, അതായത് നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിൽ തന്നെ വനിതാ സംഘടനകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടത്ര പരിശീലനം കൊടുത്തുകൊണ്ട് അതത് പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കുമിൾനാശിനികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ട്രൈക്കോഡർമ പ്രോജക്റ്റ് ആരംഭിച്ചത്. അതിന്റെ ഭാഗമായിട്ട് വയനാട്ടിൽ 2 പഞ്ചായത്തുകളിലെ, അതായത് പൊഴുതന പഞ്ചായത്തിലും വൈത്തിരി പഞ്ചായത്തിലും 2 വനിതാ ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുകയും അവർക്ക് വേണ്ടത്ര സാങ്കേതിക പരിശീലനം സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കഴിഞ്ഞ ജനുവരി മാസം തന്നെ കൊടുക്കുകയും അതിനുശേഷം അവർക്ക് വേണ്ടത്ര ഈ പാശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ വേണ്ട ധനസഹായം കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഈ പ്രോജക്റ്റിൽ കൂടെ അവർക്ക് ലഭ്യമാക്കുകയും 2 ഗ്രൂപ്പുകളും അതത് പഞ്ചായത്തുകളിൽ കുമിൾനാശിനി ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുകയും അവർ അത് ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. വൈത്തിരി പഞ്ചായത്തിന്റെ കീഴിൽ ഞങ്ങൾ 10 കുടുംബശ്രീ വനിതകൾ കൂടി ഒരു സംരംഭം തുടങ്ങിയതാണ് ഇവിടെ. അതിനായിട്ടുള്ള ഒരു ബിൽഡിങ്ങും ഞങ്ങൾക്ക് പഞ്ചായത്ത് അനുവദിച്ച് തന്നിട്ടുണ്ട്. ഞങ്ങളിത് സ്വാമിനാഥ ഫൗണ്ടേഷനിൽ വെച്ചായിരുന്നു ഞങ്ങൾക്കിതിൻ്റെ ട്രെയിനിങ്ങും മറ്റു ക്ലാസ്സുകളൊക്കെ തന്നത്. അവിടെ വാർത്തയുടെ സഹായം ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. 2 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. നല്ലൊരു ഇതിൽ ഞങ്ങൾക്ക് നല്ലൊരു സംരംഭത്തോടു കൂടി ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അവിടെയുള്ള ദിവാരേട്ടൻ ഞങ്ങൾക്ക് കുറേ ഒരു സപ്പോർട്ടായിട്ടുണ്ടായിട്ടുണ്ട്. നമുക്ക് മൂപ്പരുടെ സഹായം ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ വൈത്തിരി പഞ്ചായത്തിന്റെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗഗാരേട്ടന് ഇതിനു വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന മൂപ്പരുമാണ്. പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഉഷ, ഞങ്ങളുടെ വാർഡ് മെമ്പർമാരായ സബിത, ഇവരൊക്കെ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ചെയ്ത് തന്നത്. പിന്നെ ഇവിടെ എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് ഈ ഒരു കുമിൾനാശിനി നല്ല രീതിയിൽ തന്നെ ഇത് പോകുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇതുവരെ ഞങ്ങൾ 500 കിലോയോളം വിറ്റഴിച്ചു. ട്രൈക്കോഡർമ എന്നത് കുമിൾനാശിനി ഞങ്ങൾ വിറ്റഴിച്ചു. തുടർന്നും ഇത് നല്ല രീതിയിൽ തന്നെ ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഇതോടൊപ്പം ചെയ്തു വരുന്നത്. അതിനെല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളോട് സഹകരിക്കുന്നത്. കർഷകർക്ക് കൊടുക്കുന്ന ട്രൈക്കോഡർമ പാക്കറ്റുകളുടെ ഗുണനിലവാരം MS സ്വാമിനാഥൻ ഗവേഷണ നിലയം ഉറപ്പുവരുത്തുന്നു. ഇതിനായി ഇടയ്ക്കിടെ പാക്കറ്റുകൾ ലബോറട്ടറികളിൽ കൊണ്ടുപോയി കോളനി കൌണ്ട് പരിശോധിക്കുകയും സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ മികച്ച ട്രൈക്കോഡർമ കർഷകർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. ഞങ്ങൾ കുരുമുളകിന് ഉപയോഗിക്കുന്നത് ട്രൈക്കോഡർമയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സോസറി ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവരുടെ സെമിനാർ കേട്ടായിരുന്നു. അതും അവർ കാപ്പിത്തൊണ്ടിലാണ് ഇത് ചെയ്യുന്നത്. ഞാനൊരു 5 പാക്കറ്റ് അവരെ അപ്പം തന്നെ വാങ്ങി നല്ല രീതിയിൽ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഉണർവ് തോന്നിയിട്ടുണ്ട്. ഒരു 3 കൊല്ലം അടുപ്പിച്ച് ഇത് ചെയ്യുകയാണ് എങ്കിൽ, ട്രൈക്കോഡർമ ഉപയോഗിക്കുകയാണ് എങ്കിൽ തീർത്തും വാട്ടരോഗം മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ വള്ളി ഇപ്പോൾ വാടാറുള്ളൂ. അതിനെ പരമാവധി ശ്രമിച്ചത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഓർഡർ ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു 25 പാക്കറ്റെങ്കിലും ഈ വർഷം എനിക്ക് കിട്ടണം. അപ്പോൾ കുരുമുളകിന് വില കൂടിയതുകൊണ്ട് എന്തായാലും നല്ല രീതിയിൽ കുരുമുളക് നോക്കി അത് ഉണ്ടാക്കണം. അപ്പോൾ ട്രൈക്കോഡർമ തന്നെ വേണം. അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള അല്ലാതെ നമുക്കിത് മുന്നോട്ട് ഓടിക്കാൻ കഴിയില്ല. എനിക്ക് 5 ഏക്കർ കൃഷിഭൂമിയുണ്ട്. അതിൽ കുരുമുളക്, കാപ്പി, ഏലം, കിഴങ്ങെല്ലാം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഞാനൊരു വർഷമായിട്ട് ഓർഗാനിക് രീതിയിലാണ് ഞാൻ കൃഷി നടത്തി പോരുന്നത്. അതിൽ കുരുമുളക് വള്ളിക്ക് ട്രൈക്കോഡർമ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു വർഷമായിട്ട് എനിക്ക് ആ ട്രൈക്കോഡർമ ഉപയോഗിക്കുന്നതിൽ ശരിയായിട്ടുള്ള രീതിയിലുള്ള മാറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വരും വർഷങ്ങളിലും ഞാനത് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. എല്ലാ കർഷകരും ഈ രീതി പിന്തുടരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
ഞാൻ ഏകദേശം 4 ഏക്കറോളം ഇഞ്ചി കൃഷി ചെയ്തിരുന്നു. അതിൽ കുറച്ച് ഭാഗത്ത് ഞാൻ ട്രൈക്കോഡർമ പൊഴുതന സ്വാശ്രയ സംഘത്തിൻ്റെ കീഴിൽ നിന്ന് കിട്ടിയ ട്രൈക്കോഡർമ ഉപയോഗിച്ച് ചെയ്തിരുന്നു. അതിനുള്ള നിർദ്ദേശം ലഭിച്ചത് MS സ്വാമിനാഥൻ ഫൗണ്ടേഷനും കേരള ബയോടെക് കമ്മീഷനും വാർത്ത എന്നുള്ള സംഘടനയിൽ നിന്നാണ്. ഉപയോഗിച്ചതിന് ശേഷം നല്ല റിസൾട്ടും കുമിൾ രോഗങ്ങളില്ലാതെയും കണ്ടു. അപ്പോൾ വരുന്ന വർഷങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഒരു ചെടി ഒരു കുരുമുളക് നടുന്നതാണെങ്കിൽ അത് കൂടത്തായി വയ്ക്കുമ്പോൾ തന്നെ ട്രൈക്കോഡർമ ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ 4-5 വർഷം കഴിഞ്ഞിട്ട് ഇത് കായ്ഫലം ആവുന്ന സമയത്താണ് കൂടുതൽ നമ്മൾ ദ്രുതവാട്ടം ഇതിനെ കാണുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഈ ഒരു 3-4 വർഷം കൊണ്ട് അതിൻ്റെ വേരുപടലം ഉള്ള ആ സ്ഥലത്ത് മുഴുവനും ട്രൈക്കോഡർമ വളർന്ന് അതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മറ്റുള്ള രോഗങ്ങൾ അവിടെ കുമിൾ രോഗം വരാതെ അത് നോക്കും. പ്രിവെൻറ്റീവ് ആയിട്ടുള്ളൊരു മെഷറായിട്ടാണ് അതിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ളത്. വളരെ കോസ്റ്റ് കുറവാണ്. നമുക്ക് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഇതാ ഇപ്പോഴും ചുണ്ടയിൽ വൈത്തിരിയിൽ ഇപ്പോഴും ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇത് ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ നിന്ന് വാങ്ങുകയും ചെയ്യാം. ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വനത്തിന് പുറമെയുള്ള കാർഷിക ആവാസ വ്യവസ്ഥകൾ, ആ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ വയലും നമ്മുടെ വയലിനോടനുബന്ധിച്ചിട്ടുള്ള പ്രദേശങ്ങളും കാപ്പി തോട്ടങ്ങളും ഒക്കെ പെടുന്ന വയനാടിന്റെ പഴയ ആവാസ വ്യവസ്ഥകൾ, തനത് ആവാസ വ്യവസ്ഥകൾ. അപ്പോൾ ആ ആവാസ വ്യവസ്ഥകൾ അതിന്റെ സ്വാഭാവികതയിൽ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പഴയ കൃഷിരീതികൾ എന്ന് പറയുമ്പോൾ ജൈവ അടിസ്ഥാനത്തിലുള്ള കൃഷിരീതികളും നമ്മുടെ പുതിയ കൃഷിരീതികളും അവലംബിച്ചുകൊണ്ടുള്ള ഒരു നൂതന കാർഷിക സമ്പ്രദായമാണ്. അപ്പോൾ അങ്ങനെയുള്ള നൂതന കാർഷിക സമ്പ്രദായം പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ സഹായകമാകുന്നുണ്ട്. അതിനുവേണ്ടി യഥാർത്ഥത്തിൽ ഞാൻ ഐ എം ടേക്കിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് ദി ഫണ്ടിംഗ് ഏജൻസി KCST.